പടം നല്ലതെന്ന് പറഞ്ഞു. വിഷു തൂക്കിന്ന് പറഞ്ഞു. മോനെ വിഷു തൂക്കിന്ന് പറയാം. ആവേശം അതുകൊണ്ടാണ് ഒരു പടി ഇപ്പോഴും കളക്ഷനിലും ഒരു പടി മുകളിലാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, ഒരു പടി മുകളിലാണെന്ന് പറയാൻ കാരണം ആവേശത്തിന് കുറച്ചുകൂടെ ഓളമുണ്ട്. ആ ടൈറ്റിൽ തന്നെ ആവേശമുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽ പടമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും ആവേശത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. ഫെസ്റ്റിവൽ വരുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണലാണ്, ഡ്രാമയാണ്. പക്ഷെ നമുക്കിപ്പം കളക്ഷൻ നോക്കുമ്പോൾ നമുക്കിപ്പോൾ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഇറക്കിയിട്ടില്ല. ഫസ്റ്റ് വീക്ക് അവർ ആവേശമായിരുന്നു. അല്ലെങ്കിൽ GCC ആക്ച്വലി ആവേശമാണ്, സോറി വർഷങ്ങൾക്ക് ശേഷമാണ് ടോപ്പിൽ. ഓൾ കേരള ആവേശമാണ് ടോപ്പിൽ, GCC വർഷങ്ങൾക്ക് ശേഷമാണ്. UK ഇത് ഇറങ്ങാത്തത് കൊണ്ട് ആവേശം ഒരുപടി മുകളിൽ, അല്ലെങ്കിൽ ആക്ച്വലി ആവേശത്തിനേക്കാൾ ഒരുപടി മുകളിൽ വേണ്ടതാണ്. കാരണം ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. കാരണം ആവേശം സിംഗിൾ മാൻ ക്യാരി ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ പുറത്ത് ഓവർസീസ് പോകുന്ന സമയത്ത് അവർക്ക് പ്രണവിനെ കാണാം, നിവിനെ കാണാം, വിനീത് ശ്രീനിവാസൻ പടം, ഇത് വേറൊരു സാധനമുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. അവർ പ്രിഫർ ചെയ്യുന്നത് ഫാമിലിയാണ് കുറെ കൂടുതൽ ഓവർസീസ്. അപ്പൊ അവർക്ക് വേണ്ടത് വിനീത് ശ്രീനിവാസൻ പടത്തിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ പിള്ളേരുടെ ഇടയിൽ അല്ലെങ്കിൽ യങ് ഓഡിയൻസിന്റെ ഇടയിൽ ആവേശമാണ് വിനീത് ശ്രീനിവാസൻ പടത്തിനേക്കാളും ഇവിടെ സെല് ചെയ്യുന്നത്. അപ്പം ഇവിടെ അതിൽ പോലെ വ്യത്യാസമുണ്ട്. ഓവർസീസ് GCC നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് ആണ് ആവേശം. കേരളത്തിൽ ആവേശം ഫസ്റ്റും വർഷങ്ങൾക്ക് സെക്കൻഡ്. അപ്പം UK, ഓസ്ട്രേലിയ കളക്ഷനും കൂടെ, ന്യൂസിലാൻഡ് കളക്ഷനും കൂടെ വരുവാണെങ്കിൽ ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം ഒരു പടി മുകളിലാണ്. പക്ഷെ റിലീസ് ചെയ്തില്ല, കാരണം അവര് 18th UK റിലീസ് ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ആവേശം 50 ഗ്രോസ് ആയിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 45-48 ഗ്രോസ് ആയിട്ടുണ്ട്. തൊട്ട് പറയുന്നുണ്ട്. പക്ഷെ എഗെയിൻ ഫെസ്റ്റിവൽ വരുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് ആ രീതിയിൽ ആവേശമാണ് അതിനെ മീറ്റ് ചെയ്യുന്ന സിനിമ, ആ പർപ്പസ് മീറ്റ് ചെയ്യുന്ന സിനിമ.